ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ ഹാർദിക് ആണ്. ഹാർദിക് ക്യാപ്റ്റനായ ശേഷം മുംബൈ ടീം അവസാനമാണ് ഫിനിഷ് ചെയ്തത്. ഇപ്പോഴിതാ മുംബൈ ഫാൻസിന് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അടുത്ത IPL-ൽ രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഹാർദിക്കിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി രോഹിത് ശർമ്മയെ തന്നെ വീണ്ടും മുംബൈ ടീമിന്റെ ക്യാപ്റ്റനാക്കാനാണ് മുംബൈ ടീമിന്റെ പദ്ധതി. മാനേജ്മെന്റ് ഇക്കാര്യം ഹാർദിക്കുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പാണ്ഡ്യയ്ക്ക് ഇക്കാര്യത്തിൽ ഓക്കെയാണ്. രോഹിത് ശർമ്മയെ സംബന്ധിച്ചാൽ അടുത്ത IPL-ൽ മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ രോഹിത് ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ ടീമുമായി ബന്ധപ്പെട്ടതാണ്. IPL-ന്റെ മുൻ കമ്മീഷണറാണ് ലളിത് മോഡി. അദ്ദേഹം ഇപ്പോൾ CSK ടീമിനെതിരെ വലിയ പരാതിയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ചെന്നൈ ലേലത്തിൽ ഫിക്സിംഗ് നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. CSK ഇതിനു മുൻപും ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. ലേലത്തിൽ CSK ഒത്തുകളി നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ചില ടീമുമായിട്ട് നേരത്തെ തന്നെ CSK ധാരണയിലെത്തിയിട്ടുണ്ട്. IPL-ന്റെ റൂൾ അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ ചില ടീമുകളുമായിട്ട് ധാരണയിലെത്തുമ്പോൾ CSK ടാർഗറ്റ് ചെയ്ത താരങ്ങളെ അവർ ലേലത്തിൽ വാങ്ങില്ല. അവരെ ലേലത്തുകയും ഉയർത്തില്ല. അതുകൊണ്ട് CSK ടീമിന് ഈസി ആയിട്ട് താരങ്ങളെ വില കുറവിൽ വാങ്ങാൻ സാധിക്കും. അതുപോലെ മറ്റു ടീമുകൾ വാങ്ങുന്ന താരങ്ങളെ CSK വിളിക്കില്ല. അതുകൊണ്ട് ചെറിയ തുകയ്ക്ക് ടീമുകൾക്ക് പരസ്പരം താരങ്ങളെ കിട്ടും. CSK ലേലത്തിൽ ഒത്തുകളിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടാണ് ലളിത് മോഡി പറയുന്നത്. CSK ടീമിനെതിരെ ഇതുവരെ ഒരു തെളിവും ലഭിച്ചിട്ടില്ല. വെറും ഒരു ആരോപണം മാത്രമാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമുമായി ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാൻ ടീമിന് വലിയ പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. രാജസ്ഥാൻ 1,10,00,000-നാണ് 13 വയസ്സുള്ള വൈഭവ് സൂര്യവംശിയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ താരത്തിനെതിരെ വലിയ ആരോപണമാണ് വന്നിരിക്കുന്നത്. വൈഭവ് വയസ്സ് തിരുത്തിയെന്നാണ് എല്ലാവരും പറയുന്നത്. BCCI ഇത് ശരിക്ക് അന്വേഷിക്കണമെന്നും വൈഭവിനെ IPL-ൽ കളിപ്പിക്കരുതെന്നുമാണ് വിമർശകരുടെ ആരോപണം. ആ കുട്ടിയെ കണ്ടാൽ ഒരിക്കലും 13 വയസ്സ് തോന്നിക്കില്ലെന്നും വൈഭവ് വയസ്സ് കുറച്ചിട്ടാണ് IPL ലേലത്തിൽ പങ്കെടുത്തതെന്നാണ് ആരോപണം. കുട്ടിയെ വയസ്സ് തെളിയിക്കുന്ന വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് റിപ്പോർട്ട്. വയസ്സ് തിരുത്തിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് തെളിയിച്ചാൽ ആ കുട്ടിക്ക് IPL കളിക്കാൻ സാധിക്കില്ല. അത് രാജസ്ഥാന് വലിയ പണിയായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.